ശരീരത്തെ നിലനിർത്താനുള്ള പരിശ്രമവും തുടങ്ങി. പക്ഷേ ഇതുവരെയും ഈ ഒറ്റ ശരീരത്തെ പോലും നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല. എല്ലാറ്റിനെയും കാലം തല്ലിത്തകർത്തു. എന്നാലും ഇപ്പോഴും പരാജയം സമ്മതിക്കാതെ പിന്നെയും ശരീര സംരക്ഷണത്തിൽ ആയുസ് കളയുകയാണ് വിശേഷ ബുദ്ധിയുള്ള മനുഷ്യർ. സത്യല്ലേ? നമ്മളെപ്പോഴും ഇപ്പോൾ ഈ ശരീരത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ശരീര ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും അല്ലേ, ഒന്നിനും ശരീരത്തിൻ്റെ ആരോഗ്യം, പിന്നെ അതിൻ്റെ സൗന്ദര്യം, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് ശരീരത്തിന്. പക്ഷേ ഈ ശരീരം കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അതല്ല. നമുക്കൊരു മനുഷ്യ ശരീരം കിട്ടിയത് മൃഗങ്ങൾക്ക് ഇല്ലാത്ത ഒരു ഇതാണ് വിവേചനം. നമുക്ക് ചിന്തിച്ചിട്ട് ഇനിയൊരു ജന്മമില്ലാതെ നമ്മളാ ശക്തിയിലേക്ക് ലയിക്കാൻ പറ്റാൻ വേണ്ടിയിട്ടാണ് മനുഷ്യ ജന്മം കിട്ടിയത്. അതും മൃഗങ്ങളെ പോലെ ജീവിച്ചു പോയാൽ അടുത്ത ജന്മം ഏത് രൂപത്തിലാണ്, ഏത് യോനിയിലാണ് ജനിക്കേണ്ടി വരിക എന്നറിയില്ല. അപ്പോൾ മനുഷ്യജന്മത്തിൻ്റെ പ്രഥമമായ ഒരു ലക്ഷ്യം വേണ്ടത് ആത്മവിദ്യ കരസ്ഥമായിട്ടും ആത്മീയ ലയത്തിൽ കിട്ടുകയാണ്. കൃഷിപ്പണിക്ക് പറ്റാതായ കണ്ണിനെ കൃഷിക്കാരൻ ഉപേക്ഷിക്കുന്നത് പോലെയാണ് തന്നെ ഉപേക്ഷിക്കുന്നതെന്ന് ബോധ്യമാവും. അല്ലേ? അവസാനമാകുമ്പോൾ എല്ലാവരും ഗതി ഇതൊക്കെ തന്നെയാണ് എല്ലാവർക്കും. അല്ലേ? പണ്ട് പറയും മാങ്ങ കഴിഞ്ഞ മാവ് പോലെ. അപ്പോൾ അത് വേറെ രൂപത്തിൽ ആത്മീയമായിട്ട് പറഞ്ഞത് മാത്രം. ശരീരത്തെയും ജീവിതത്തെയും നിലനിർത്താൻ വേണ്ടി അതുവരെ ചെയ്ത എല്ലാ പരിശ്രമങ്ങളും വിഫലമായെന്നും നിരാശയാലും വർദ്ധിച്ചു വരുന്ന രോഗബാധയാലും താൻ വളരെ കാര്യമായി കരുതിയ എല്ലാ വസ്തുക്കളും ഒന്നൊന്നായി എന്നേക്കുമായി തൻ്റെ കണ്ണിൽ നിന്ന് മറയുന്നു എന്ന വേദനയും അത്യന്ത തപ്തനായി നിമിഷങ്ങൾ എണ്ണിക്കൊണ്ട് മരണസതിയിൽ കഴിച്ചു കൂട്ടുമ്പോൾ ക്രമേണ ഏറ്റവും ഭയപ്രദമായ മരണവായു ഇളകിത്തെറിക്കാൻ തുടങ്ങും. വലിയൊരു ലെസനാണ്. ശരീരത്തെയും നമ്മൾ തന്നെയാണ് ഇന്ന് നമുക്ക് എന്ത് പറ്റി ആയുസ്സുള്ള നമുക്ക് പറയും അല്ലേ? ശരീര ആയുസ്സുള്ള സമയത്ത് സമ്പാദനങ്ങളൊക്കെ സമ്പാദിച്ച് അവസാനമാകുമ്പോൾ ഓരോന്ന് കണ്ണിൽ നിന്നിപ്പോൾ മക്കളുണ്ടായാൽ മതി. കുറേ വീട്ടിലെ നശിപ്പിക്കാൻ കുറേ മക്കൾ ഏതെങ്കിലും രൂപത്തിൽ നശിപ്പിച്ച് ആരോഗ്യമൊക്കെ പോയി. ഇവിടെ പറയാം മരണവേദന, ഇന്നത്തെ വെന്റിലേറ്ററിൽ ഇങ്ങനെ കിടക്കുമ്പോൾ അപ്പം നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ട് കാര്യമില്ല എന്ന് പറയണം. അപ്പോഴാണ് ഈ മരണവായു എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ആ അവസാനത്തെ ഓക്കെ ആ ബലി, അപ്പോഴാണ് ഇതൊക്കെ ചിന്തിക്കാൻ വരിക എന്ന് ഋഷീശ്വരന്മാർ മുമ്പേ കൂട്ടി കണ്ട് അവരുടെ മനസ്സിലെന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു വാണിംഗ് ആണ് ഇതൊക്കെ അവർ എഴുതി വെച്ച ഓരോ ബുക്കിൽ ഇങ്ങനെ എടുത്തു വരികയാണ്. നമ്മളൊക്കെ ഇപ്പം തന്നെ ഇരുന്ന് ആ ഒരു രൂപത്തിലേക്ക് ശാന്തമായിട്ട് ഇരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എൻ്റെ അറിവിൽ ഇപ്പോഴും പറ്റുള്ളൂ. അതൊക്കെ നമ്മുടെ കരുമാങ്കുഴി കുഞ്ഞുണ്ണി നായരുണ്ടായിരുന്നു. 82 വരെ വയസ്സും മനസ്സിൽ മാത്രം ഭക്തി ഉണ്ടായിരുന്നു. അത് അവസാന മരണത്തിലത് കണ്ടു. 48 മണിക്കൂർ എൻ്റെ ജീവിതം എനിക്ക് മതി എന്ന് പറഞ്ഞാൽ 48 5:5 സമയത്താണ് സാക്ഷ്യം ഞാൻ. അത് കഴിഞ്ഞ് കറക്റ്റ് 5:5 ശരീരം അങ്ങ് വിട്ടുപോവുക. എങ്ങനെ പോയി എന്നുള്ളത് ബാത്റൂമിലാണ്, അതിലിപ്പം തന്നെ ഒന്ന് കൊണ്ടുപോയി ഞാൻ അങ്ങനെ ആ ശരീരം വിട്ട് പോകാൻ പറ്റും. എന്താ പറയും? ജീവിതകാലം മുഴുവൻ ഭക്തി മാത്രമേ. ഒരു സമ്പാദ്യം ഉണ്ടായിരുന്നില്ല, പേടിയില്ല. നമ്മൾ സമ്പാദിച്ചു കൂട്ടുമ്പോൾ 10 ഉറുപ്പ്യൻ്റെ ഉണ്ടല്ലോ, ഒരു 10 പൈസ ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ പോകാൻ സാധിക്കും ഇപ്പോഴും എന്നുള്ളത് തെളിവാണ്. ഭക്തിക്ക് തെളിവ് അതൊക്കെയുള്ളൂ. നമ്മൾ